പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ആക്ച്വലി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ഞാൻ ഈ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്നു, എന്നെ സഹായിക്കാൻ ആരുണ്ട്? ഞാൻ ഈ പ്രതിസന്ധിയിൽ ഒറ്റയ്ക്കാണോ? എന്നെ സഹായിച്ച് വിജയത്തിലെത്തിക്കാൻ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ചോദിക്കുന്ന ഒരു കൂട്ടം വ്യക്തികളോട് ഞാൻ ഒരു ബൈബിൾ അധ്യായം ഷെയർ ചെയ്യുകയാണ്. സാംസ് 121. അതിലും നിങ്ങളെപ്പോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? അത് തന്നെയല്ലേ നിങ്ങളും ചോദിക്കുന്നത്. സാംസ് 121 വാക്യങ്ങൾ ഗ്രഹിക്കുക. അതിലെന്താ പറയുന്നത്? എൻ്റെ സഹായം യഹോവയെങ്കിൽ നിന്ന് വരുന്നു. അതെന്താ അങ്ങനെ പറയുന്നത്? അപ്പോൾ വേറെ ആരെയും സഹായം കിട്ടത്തില്ലേ? ഒന്നും കൂടെ വചനം പറയുന്നു, കുറച്ചുകൂടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നു, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച യഹോവയെങ്കിൽ നിന്ന് വരുന്നു. ഓക്കെ, ആസ് എ ഹ്യൂമൻ ബീയിങ് ആർക്കെങ്കിലും എന്തെങ്കിലും സൃഷ്ടിപ്പ് നടത്താൻ പറ്റുമോ? ലൈക്ക് ഗോഡ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ തന്നെ മറു സൈഡ് നമ്മയും സൃഷ്ടിച്ചത് ആരാണ്? യഹോവയാണ്, ക്രിസ്തുവാണ്, ലോർഡാണ്. ഓക്കെ, നമ്മളെ സൃഷ്ടിച്ചത് ആരാണോ ആ വ്യക്തിയിൽ നിന്നാണ് എനിക്ക് സഹായം വരുന്നത്. ഇത്രയും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കടന്നു പോകുന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ നോക്കിയിട്ട് എനിക്ക് സഹായം ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കായി സഹായത്തിനായി ഒരു വ്യക്തി ഇതാ എഴുന്നേറ്റ് നിൽക്കുന്നു. അതാണ് യഹോവ. സാംസ് 121 പറയുന്നത് പോലെ, എൻ്റെ സഹായം എൻ്റെ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. നിങ്ങളുടെ സഹായം യഹോവയെങ്കിൽ നിന്ന് വരുന്നു. ഇനി ആരും ഒറ്റയ്ക്കാണെന്ന് ചിന്തിക്കരുത്. നിങ്ങളുടെ കൂടെ നിങ്ങളെ സഹായിക്കാനായിട്ട് ഒരു വ്യക്തി നിങ്ങൾക്കായി, ഒരു നല്ല കൂട്ടുകാരനായി, നല്ലൊരു പിതാവായി, നല്ലൊരു ഉറ്റ സ്നേഹിതനായി തന്നെ, ഒരിക്കലും കൈവിട്ടു പോവാതെ, പ്രതിസന്ധി ഘട്ടത്തിൽ കൈവിട്ടു പോവാതെ നിങ്ങളെ സഹായിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾക്കായി ഇതായി ഇറങ്ങി നിൽക്കുന്നു. ആ നല്ലൊരു സ്നേഹിതനെ സ്വീകരിക്കാവോ? നമ്മുടെ ജീവിതത്തിലേക്ക് ആ നല്ല സ്നേഹിതനെ സ്വീകരിക്കാവോ? എങ്കിൽ നിങ്ങളുടെ ജീവിതം മാറി. ദൈവത്തെ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു പ്രതിസന്ധിയിലും പകച്ചു നിൽക്കത്തില്ല. സാംസ് 121 നമുക്ക് തരുന്ന ഒരു പ്രോമിസാണത്. ബൈബിളിൽ നിന്ന് ഒരു ക്യാരക്ടറിൻ്റെ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നോഹയുടെ കാലഘട്ടത്ത് ഒരു ജലപ്രളയം ഉണ്ടാകുമെന്ന് ദൈവം അരുളി ചെയ്തു. ആക്ച്വലി ഈ ജലപ്രളയം ഉണ്ടാകുമെന്ന് പറഞ്ഞതിന് ശേഷം ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ ജലപ്രളയം ഉണ്ടാകുന്നത്. ഇതിനു മുമ്പേ ദൈവം എന്ത് പറഞ്ഞു? ഒരു പെട്ടകം ഉണ്ടാക്കുക എന്ന് വെച്ചാൽ എന്താ? ആ പ്രോബ്ലം വരുന്നതിന് മുമ്പേ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നാണ് ദൈവം പറഞ്ഞത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഏത് പ്രതിസന്ധി ആയാലും ആ പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ വരുന്നതിന് മുമ്പ് ദൈവം ഒരു സൊല്യൂഷൻ കൽപ്പിച്ചിട്ടുണ്ട്. ആക്ച്വലി ഇന്ന് ഞാൻ എൻ്റെ ഭവനത്തിൽ വിശ്രമിക്കുന്ന സമയത്ത് ഇവിടെ നല്ലൊരു കാറ്റും അങ്ങനത്തെ ഒരു അന്തരീക്ഷമായിരുന്നു, മഴക്കാറുമായിട്ട്. ആ സമയത്ത് ഞാനൊന്ന് ജസ്റ്റ് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ഔട്ട് സൈഡ് പോയപ്പോൾ ട്രീസൊക്കെ നിന്ന് നന്നായിട്ട് കിടന്ന് ആടുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റത്ത് കിടന്ന് അതിനെ തിരിച്ച് പ്രതിരോധിക്കാൻ കഴിയാത്ത രീതിയിൽ അങ്ങ് ആടുക. അപ്പോൾ ഞാൻ അതിനെ ഒന്ന് വീഡിയോ എടുത്തു. അത് ഞാൻ ഇതുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ആ വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ കാറ്റിൻ്റെ ശക്തി എന്തുമാത്രമാണ് നിങ്ങൾ കണ്ടോ? ഓക്കെ, നമ്മൾ ചിന്തിച്ചോ ഈ കാറ്റിനെ നമുക്ക് കാണാൻ കഴിയുമോ? കാണാൻ കഴിയത്തില്ല. പക്ഷെ ആ കാറ്റിൻ്റെ എഫക്റ്റ് കൊണ്ട് ആ ഇലയൊക്കെ കിടന്ന് ആടുന്നത് കണ്ടില്ലേ? ആ ചെറിയ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു നല്ല രീതിയിൽ ആ കാറ്റിൻ്റെ പ്രഷറിൽ അത് മൂവ് ചെയ്യുകയാണ്, എല്ലാം മൂവ് ചെയ്യുകയാണ്. പക്ഷെ ആ കാറ്റിൻ്റെ പാത നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല. അതുപോലെയാണ്
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഓരോ സിറ്റുവേഷനിലും ദൈവം ഒരുക്കി വെച്ചിട്ടുള്ള ഓരോ സൊല്യൂഷൻസ് ഉണ്ട്. ആ സൊല്യൂഷൻസിന് നമുക്ക് ഈ കാറ്റിൻ്റെ പാത്ത് പോലെ പറയാം. ഒരു സൊല്യൂഷൻ നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ അതിനൊരു പാത്ത് വേണം, അല്ലേ? നമ്മളിപ്പം തന്നെ ഒരു വിദ്യാഭ്യാസം എടുക്കുവാണെങ്കിൽ എൻ്റെ വിദ്യാഭ്യാസത്തിൽ എനിക്ക് കുറച്ച് പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊരു പാത്തിൽ കൂടെയാണ് ആ സൊല്യൂഷൻ വരുന്നത്. അപ്പോൾ അതിനൊരു പാത്തുണ്ട്, ഒരു സൊല്യൂഷൻ ഒരു പാത്തുണ്ട്. അപ്പോൾ നമ്മൾ ഈ എയറിനെ കാണാത്തതുപോലെ, ഈ കാറ്റിനെ കാണാത്തതുപോലെ നമ്മൾ കാണാതെ ഒരു സൊല്യൂഷൻ നിൽപ്പുണ്ട്. ഓക്കെ, ആ സൊല്യൂഷനാണ് ആര്? ദൈവം. ദൈവം എന്ന പാത്തിൽ കൂടെയാണ്, ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന പാത്തിൽ കൂടെയാണ് നമുക്ക് എന്ത് വരുന്നത്? സൊല്യൂഷൻ. ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനുമെന്ന് ക്രിസ്തു അരുളി ചെയ്യുന്നു. ഞാനാണ് വേ. നമ്മുടെ ഒരു പ്രശ്നത്തിന് സോൾവ് വേണമെങ്കിൽ ക്രിസ്തുവാണ് വേ, ദൈവമാണ് വേ. സോ അപ്പോൾ ക്രിസ്തു ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് വചനത്തിൽ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ എനിക്ക് ഹെൽപ്പില്ല, എനിക്ക് സഹായമില്ല? ഇങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. എപ്പോഴും ആര് കൂടെയുണ്ട്? യേശുപ്പച്ചൻ കൂടെയുണ്ട്. ദൈവമാണ് വഴി മേക്ക് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ കയ്യിൽ സൊല്യൂഷൻ ഓൾറെഡി ഉണ്ട്. ദർ ഈസ് നോ ഇമ്പോസിബിലിറ്റി ഇൻ ഗോഡ്. ഗോഡിൽ ഇമ്പോസിബിലിറ്റി ഇല്ല. നമുക്ക് ഇമ്പോസിബിലിറ്റി ഉണ്ട്, ദൈവത്തിൽ ഇമ്പോസിബിലിറ്റി ഇല്ല. ആ ഇമ്പോസിബിലിറ്റി ഇല്ലാത്ത ദൈവം നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇമ്പോസിബിലിറ്റി ഉണ്ടോ? ഇല്ല. അങ്ങനെ സാഹചര്യങ്ങൾ നോക്കി ആരെങ്കിലും പതറി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഞാൻ നിങ്ങൾക്കായിട്ടാണ് സബ്മിറ്റ് ചെയ്യുന്നത്. സാഹചര്യങ്ങൾ നോക്കി പതറി നിൽക്കരുത്. നിങ്ങൾക്ക് സഹായത്തിനായി ഒരു വ്യക്തിയുണ്ട്. നിങ്ങളുടെ ഒരു വിളിക്ക് കാത്തിരിക്കുന്ന ഒരു യേശുപ്പച്ചനുണ്ട്. നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിച്ചിരിക്കാത്തവരായിരിക്കാം, പക്ഷേ ക്രിസ്തു എന്ന് പറയുന്നത് ഒരു റിയൽ വ്യക്തിയാണ്, നിങ്ങളുടെ സൃഷ്ടാവാണ്. സോ ഈ കാറ്റിന് ഒരു പാത്ത് ഉള്ളതുപോലെ ക്രിസ്തുവിൻ്റെ കയ്യിൽ നിങ്ങൾക്കുള്ള സൊല്യൂഷനുണ്ട്. സോ ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യാം, ദൈവത്തിന് വേണ്ടിയിട്ട് ജീവിക്കാം, ദൈവത്തെ കൂടുതലായിട്ട് സ്നേഹിക്കാം. ഈ കാറ്റിനെ കാണാൻ കഴിയാത്തതുപോലെ നമ്മുടെ ദൈവത്തെ നമുക്ക് കാണാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് ദൈവം ഇല്ല എന്നല്ല അർത്ഥം. ദൈവമുണ്ട്. ആമേൻ. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഈ വീഡിയോ കേട്ടത് ശേഷം നിങ്ങൾക്ക് എൻ്റെ ഹൃദയത്തിൽ തോന്നിയത് കമൻ്റായിട്ട് ചെയ്യാം. അപ്പോൾ എനിക്കും കുറച്ചും നിങ്ങളുടെ എന്താണ് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, നമ്മുടെ ഒരു വാക്കും മറ്റുള്ളവർക്ക് ബ്ലെസ്സിങ് ആയി തീരുക എന്ന് പറയുന്നതിനേക്കാളും വലുതൊന്നും വേറെ ഇല്ല. ഓക്കെ, എല്ലാവരും സേഫായിട്ടിരിക്കണം, ദൈവസ്നേഹത്തിൽ മറഞ്ഞിരിക്കണം, ക്രിസ്തുവിനെ രുചിച്ചറിയണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ ദൈവം എനിക്ക് തരുന്ന ഓരോ കാര്യങ്ങൾ ഞാൻ ഇതിലോട്ട് പോസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ കൂടുതലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും പ്രെയർ ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടു, നിങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തിയെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക, ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് സാക്ഷിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആണ് എങ്കിൽ, എൻ്റെ മെസ്സേജസൊക്കെ കേട്ടിട്ട് നിങ്ങളുടെ ജീവിതത്തിലൊരു രൂപാന്തരം ലഭിച്ചുവെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ദൈവിക കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കായിട്ട് പ്രാർത്ഥിക്കുക. ആമേൻ.